ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് വിധി എപ്പിസോഡ് 5 ആണ്. നേരെ എപ്പിസോഡിലോട്ട് പോയാലോ. ഈ കാണിക്കുന്ന ഇവന്റെ പേര് തേഴ്സ്. അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ, ഇവൻ തേഴ്സ്ഡേ ജനിച്ചായിരിക്കുന്നു. ഇവന്റെ കളർ ഓറഞ്ച് ആണ്. ഇവനാണ് നമ്മുടെ ഗ്യാങ്ങിലെ 4ാമത്തെ ആള്. പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന കഥ ഇവന്റെ അല്ല കേട്ടോ. തേഴ്സ് ആണെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്നിട്ട്, അതായത് ഫുൾ ഡ്രാമ സെറ്റപ്പ് ആണ്. ആ ഡ്രാമ നടക്കാൻ പോണ സ്റ്റേജിൽ നിന്നിട്ട് ഡയറക്ടറെ പോലെ എല്ലാരും അങ്ങ് ഭരിച്ചോണ്ടിരിക്കും. അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു ചെറുക്കനങ്ങ് തകർത്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് അതിന്റെ യഥാർത്ഥ ഡയറക്ടർ വരും. ഡയറക്ടറെ കണ്ടതും പേടിച്ച് മാറി അവിടെ നിൽക്കും. നമുക്ക് ഇയാളെ ഡയറക്ടർ എന്ന് തന്നെ പറയാം. ഡയറക്ടർ വന്നിട്ട് എല്ലാരും വന്നോ എന്നൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴേക്കും കുണുങ്ങി ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ ഒരു ചെറുക്കൻ വരും. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ. ഇവന്റെ പേര് മോൺ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവൻ മണ്ടയാണ് ജനിച്ചതെന്ന്. അവന്റെ കളർ യെല്ലോ. തേർഡ്സും മോണും ഈ ഡ്രാമയിലെ ചുമ്മാ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ നടക്കത്തില്ല, അങ്ങനത്തെ റോളാണ്. ഇവർ രണ്ടുപേരും മാറി അവിടെ ഇരിക്കുമ്പോഴേക്കും ഡയറക്ടർ വന്നിട്ട് ചോദിക്കും, എന്തിയേ ഈ നാടകത്തിന്റെ നായകൻ എവിടെ നായകൻ? നമുക്ക് നായകനെയല്ലേ കണ്ട, ഹീറോ വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഡയറക്ടർ ഭയങ്കര കലിപ്പായിട്ട് എല്ലാരും ചീത്ത പറഞ്ഞോണ്ടിരിക്കും. ഡയറക്ടർ ഇങ്ങനെ ഭയങ്കര ചൂടായി നിൽക്കുന്ന സമയത്ത് ഡയറക്ടറെയും തണുപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഡയറക്ടറിനൊരു അസിസ്റ്റന്റ് ഉണ്ട്. അയാൾ വന്ന് കഴിഞ്ഞ് സംസാരിച്ച് കഴിയുമ്പോൾ ഡയറക്ടർ കുറച്ച് കൂളാവും. അവർ തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഡയറക്ടർ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കണ്ടത് അസിസ്റ്റന്റ് പറയും, ഞാൻ അവനെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് ഹീറോയെ ഫോൺ വിളിക്കും. പക്ഷെ ഹീറോ എടുക്കത്തില്ല. എല്ലാരും ഇങ്ങനെ ടെൻഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാതെ തന്നെ നമ്മുടെ ഹീറോ അങ്ങോട്ട് വരും. ഹീറോയെ കണ്ടത് എല്ലാരും മതിമറന്ന് ഇങ്ങനെ ചെറുക്കാൻ നോക്കൊണ്ടിരിക്കുക. നല്ല ഹാൻസം ആണ്. എനിക്ക് തോന്നുന്നു ന്യൂവായിട്ട് ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിച്ചത് ചെറുക്കാൻ തോന്നുന്നു. ഇവന്റെ പേര് ടീമിനെ കണ്ടത് നമ്മുടെ തേഴ്സിന്റെ റിയാക്ഷൻ കാണുമ്പോഴേ അറിയാം അവൻ ഇവനെ ഇഷ്ടവേ അല്ലെന്ന് തോന്നുന്നു. എന്നാൽ നമ്മുടെ മോണാൻ അങ്ങനൊന്നും അല്ല, ഭയങ്കര ഹാപ്പിയാണ് ടീമിനെ കണ്ടതും. ഉടനെ തേഴ്സ് പറയും, ഇവനെ കണ്ടില്ലേ, ഇവൻ വന്നാലേ ഫുൾ ആൾക്കാർ അവന്റെ പുറകെയാണ്, അത് തന്നെ എനിക്ക് അവനെ ഇഷ്ടമല്ല, ഇവൻ ഭയങ്കര അരഗന്റ് ആയിട്ടുള്ള ചെറുക്കനാണ് എന്ന് പറയും. നീ ഒന്ന് പോടാ, അവനൊരു സെലിബ്രിറ്റി അല്ല, അവനുമായിട്ട് നമ്മളൊന്നും കമ്പയർ ചെയ്യരുതടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോണാണെങ്കിൽ ടീമിനെയും വായി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് ഡയറക്ടർ ഇവരെ രണ്ടുപേരെ സ്റ്റേജിലോട്ട് വിളിക്കും. ഇവർ ഓടിച്ചെന്ന് ഡയറക്ടർ പറയും, എന്താ തേഴ്സ് നോക്കൊണ്ടിരിക്കുന്നത്, ഹീറോയുടെ ബാഗൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നു പറയും. ഇവനാണെങ്കിൽ ടീമിനെ ഇഷ്ടവേ അല്ലല്ലോ, ഒരുമാതിരി ദേഷ്യമായിട്ട് ബാഗ് വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോകും. അതേസമയം മുമ്പാണെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവന് ഭയങ്കര ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു ചെറുക്കനോട്. അങ്ങനെ എല്ലാരും സ്റ്റേജിൽ നിന്ന് പോകും. എല്ലാരും റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയുള്ള ഓരോരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടർ നേരെ പോയി അസിസ്റ്റന്റുമായിട്ട് അവിടെ ഇരുന്ന് ഇവരെന്താണ് പ്ലേ ചെയ്തെന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ മാറിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മോണാണെങ്കിൽ ടീമിനെ നോക്കി തന്നെ നിൽക്കുക. ടീം കൊണ്ട് തന്നെ പതുക്കെ അടുത്ത് നടന്നു വരും. വന്നിട്ട് എന്ത് ചെയ്യും, അവന്റെ കയ്യിൽ ഇരിക്കുന്ന ആ ഡയലോഗ് പേപ്പറും ഇവന്റെ കോട്ട് ഊരി ഇവൻ അവന്റെ കയ്യിലോട്ട് കൊടുക്കും. ഇവൻ അങ്ങോട്ട് കൊടുത്തത് അവന് ഭയങ്കര സന്തോഷം. അത് നമ്മളിപ്പം JKനെ BTS അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരിതുണ്ടല്ലോ, അതുപോലെ ഇവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മോണാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് മേടിച്ച് നല്ലൊരു നാണത്തോടെ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഡ്രാമയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മോന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേജിലോട്ട് ഇങ്ങനെ പുകയൊക്കെ വരത്തില്ലേ, ആ ഒരു സെറ്റപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പുകയടിക്കാനിരിക്കുന്ന ആള്. അതേസമയം നമ്മുടെ തേഴ്സ് ആണെങ്കിൽ ആ നാടകത്തിന്റെ ഫുൾ നിയന്ത്രണം അവനാണ്, അതായത് കട്ടം വലിക്കുന്ന ആള്. അങ്ങനെ ഡ്രാമയുടെ റിഹേഴ്സലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും പുകയിടേണ്ട സമയത്ത് ഇവൻ പുകയിടുന്നില്ല. ഇവൻ പുകയിടാതെ എന്ത് ചെയ്യുക, നമ്മുടെ ടീമിനെ നോക്കി ഇങ്ങനെ വായി തുറന്നിരിക്കുക. പുക വരാത്ത കണ്ടതും ഡയറക്ടർ ഭയങ്കര കലിപ്പായിട്ട് ചാടിയിട്ട് എവിടെ സ്മോക്ക് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോഴാണ് അവൻ ആ സ്വപ്ന ലോകത്തുനിന്ന് ഉണർന്നത്. ഇവനെ നോക്കിയിരുന്ന് അവൻ പുകയിടാൻ മറന്നുപോയി. ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി സ്റ്റേജിലോട്ട് വന്നിട്ട് എല്ലാരോടും സോറി പറയും. ഒരു വണ്ടി പറഞ്ഞാൽ ഇടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടീമാണെങ്കിൽ അങ്ങോട്ട് നടന്നവന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കും, നിന്റെ പേര് മോൺ എന്നാണോ, നല്ലപോലെ വർക്ക് ചെയ്യ്, ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കൂളായിട്ട് സംസാരിക്കും. ഇത് കേട്ടതും മോണിന് പിന്നെ വേറെ എന്തെങ്കിലും വേണം, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവനങ്ങ് തിരിച്ചു പോകും. അങ്ങനെ നന്നായിട്ട് ആ പ്രാക്ടീസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസിനിടയ്ക്ക് ടീമാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് പതുക്കെ നമ്മുടെ മോണിനെ ഒന്ന് നോക്കും. മോണ് പിന്നെ എപ്പോഴും അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയാണല്ലോ. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചു നിൽക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ തേഴ്സും മോണും കൂടെ കോളേജിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും തേഴ്സ് പറയും, നമ്മൾ എപ്പോഴും പോകത്തില്ലേടാ, ആ ബാറിൽ നമുക്ക് ഇന്ന് പോകാടാ, ബടാ എന്ന് പറയും. ഉടനെ പറയും, ശരി ഞാൻ വരാം, പക്ഷെ ഒത്തിരി ലേറ്റ് ആകരുതെന്ന് മോൻ പറഞ്ഞ രണ്ടുപേരും കൂടെ നടന്ന് ഹാപ്പി ആയിട്ട് ആ ബാറിലോട്ട് പോകും. രണ്ടുപേരും കൂടെ ബാറിൽ ചെല്ലുമ്പോൾ നമ്മുടെ പുത്താണ് അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. നല്ല സൂപ്പർ പാട്ടാകട്ടെ, നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട്. പുത്തിന്റെ പാട്ട് കേട്ടാൽ രണ്ടുപേരും എൻജോയ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ബാറിലോട്ട് 3 ഹാൻസം ആയിട്ടുള്ള പിള്ളേർ ഇങ്ങോട്ട് നടന്നു വരും, ഭയങ്കര സ്റ്റൈലായിട്ട്. ഒന്നാരെന്ന് വെച്ചാൽ നമ്മുടെ നുവ, രണ്ടാമത്തത് നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ട ടീം, മൂന്നാമത്തത് കേങ്. ഇവനെ നന്നായിട്ടൊന്ന് നോക്കിക്കോ, എനിക്ക് ഫേവറേറ്റ് ആണ്. ഇവനും പുത്തും കൂടെ ഉള്ള സ്റ്റോറിക്ക് വേണ്ടിയാണ് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവര് 3 പേരും ഒരു കോറമാണ്. 3 പേരും കൂടെ സ്റ്റൈലായിട്ട് വന്നിട്ട് ബാറിന്റെ ഒരു സൈഡിൽ പോയിരിക്കും. ഇവരെ കണ്ടതും തേഴ്സിന് ഇഷ്ടമല്ലല്ലോ. ഉടനെ കലിപ്പായിട്ട് പറയും,
ഓ വന്നിട്ടുണ്ട്, ഇനി യാതൊരു അറ്റൻഷനും നമുക്ക് കിട്ടത്തില്ല, പെണ്ണുങ്ങളെല്ലാം അവന്മാരെ പുറകെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കലിപ്പായിട്ട് പറഞ്ഞോണ്ടിരിക്കുക. ഇവനാണ് ആ ടീം ഇഷ്ടമേ അല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ തേഴ്സ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ബാറിൽ ടൂണ് മാറ്റി വെക്കും, കുറച്ചും കൂടെ സൗണ്ടിൽ വെക്കും. ഉടനെ പാവമായിട്ട് നമ്മുടെ മോൻ പറയും, എന്തിനാടാ അങ്ങനൊക്കെ പറയുന്നത്, എന്ത് കാര്യം, ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടേ ഇല്ല, ഞാനൊരു വെർജിനാന്ന് പറയും. ഇത്ര നേരം പുത്ത് പാടുമല്ലായിരുന്നു, പുത്തിന്റെ പാട്ട് നിർത്തിയിട്ട് സൗണ്ട് ബീജിയം കൂട്ടിയിട്ടത് കൊണ്ട് തന്നെ ഇവൻ പറയുന്ന എന്തുവാന്ന് നമ്മുടെ തേഴ്സിന് കേൾക്കാൻ പറ്റത്തില്ല. ഉടനെ തേഴ്സ് പറയും, നീ എന്തുവാടാ പറയുന്നത്, കുറച്ചും കൂടെ സൗണ്ടിൽ പറയുന്നു പറയും. ഇത് കേട്ട് മോം ഒന്നും കൂടെ പറയുമ്പോഴും തേഴ്സിന് കേൾക്കത്തില്ല, നീ എന്തുവാടാ പറയുന്നത്, കുറച്ചും കൂടെ ഉറക്കെ പറയുന്നു പറയും. ഇത് കേട്ടതും കലിപ്പായിട്ട് മോം എന്ത് ചെയ്യും, ഉറക്കെ അങ്ങ് പറയും, ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലടാ, ഞാനൊരു വെർജിൻ ആണ് എന്ന്. ഈ കറക്റ്റ് സമയത്ത് ആ ബാറിലെ ടൂൺ അങ്ങ് ഓഫ് ചെയ്യും, ഭയങ്കര ഉറക്കെ ഇത് കേൾക്കും. അവിടെയുള്ള ആൾക്കാരെല്ലാം കേട്ടിട്ട് എല്ലാരും ഭയങ്കര ചിരിയാണ്. ആ ബാറിലുള്ള ഗേൾസും പിന്നെ നമ്മുടെ നുവാടെ ടീമും പുത്തും എല്ലാരും ഭയങ്കര ചിരിയാണ്. ഇവനാണ് ഭയങ്കര ഷൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് കേട്ടും പുത്തു മൈക്കിൽ കൂടെ തന്നെ പറയും, നീ വെർജിനാണ്, നീ ഒരു പാവാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാടാ, നീ വെർജിനാന്ന് പറഞ്ഞ് നീ സങ്കടപ്പെട്ടാ, നീ ഇതാ ഉറക്കെ ഒന്നും പറഞ്ഞ അടക്കട, നീ അത് മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ മോണിന് ഭയങ്കര നാളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ടീം എന്ത് ചെയ്യും, മോണിനെ തന്നെ കുറെ നേരമായിട്ട് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ നോക്കുന്നത് ഗെയിം കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കും, നീ എന്താടാ വന്നപ്പോ തൊട്ട് അവനെ തന്നെ നോക്കുന്നു, എന്താ നിനക്ക് അവനോട് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്? അവനല്ലേ പറഞ്ഞത് ഇത്ര നാളായിട്ട് അവൻ വെർജിൻ ആയിട്ട് ഇരിക്കുകയാണെന്ന്, ഞാൻ വല്ലോ അവനെ ഹെൽപ്പ് ചെയ്യണോന്ന് ഭയങ്കര നോട്ടിയായിട്ട് ഒരു ഡബിൾ മീനിങ് നമ്മുടെ ടീം പറയും. എന്നിട്ട് പറയും, എനിക്ക് അവനോട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അവനെ കണ്ടിട്ട് അത്ര പെട്ടെന്നൊന്നും അവൻ സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അത് നിന്റെ വെറും തോന്നലടാ, അവൻ പെട്ടെന്ന് എനിക്ക് സെറ്റ് ആവും, നീ നോക്കിക്കോ. എന്നാ ഇവർ രണ്ടും ഈ സംസാരിക്കുന്നതൊന്നും നമ്മുടെ നുവ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവൻ ഫോണിൽ നോക്കി മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഭയങ്കര ചിരിയാണ്. ഇത് കണ്ടിട്ട് ഇവന്മാര് ചോദിക്കും, നുവ നീ എന്ത് ചെയ്യുവാണെന്ന് ചോദിക്കും. ഉടനെ നുവ പറയടാ, ഞാനൊരു ചെറുക്കനെ ഇഷ്ടമാണ്, എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് നിങ്ങൾക്ക് പറയാ, അന്ന് ആ സെക്കൻഡ് ഇയർ പഠിക്കുന്നെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ അന്ന് കണ്ടെന്ന് പറഞ്ഞ ആ ചെറുക്കനാണോന്ന് ചോദിക്കും. പറയും, അതെ, അവനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ട്യൂഷൻ എടുക്കാൻ വേണ്ടി സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിരിക്കുവാണെന്ന് പറയും. ഇത് കേട്ടത് യുവമാർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വരും, സൂപ്പർ പ്ലാൻ ആ സെറ്റ് ആക്കെന്ന് പറയുമ്പോ നോ പറയും, ശരി ബായ്, ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇവനും കൂടെ നടന്നു പോകുമ്പോഴേക്കും തേഴ്സിന്റെയും മോന്റെ അടുത്തൂടെ നടന്നു പോകുന്നത്. ഇവന്മാരെ ഹായ് എന്ന് കാണിക്കും, പക്ഷെ ഇവൻ അറിയത്തില്ലല്ലോ അത് സണ്ണിന്റെ ഫ്രണ്ട്സ് ആണെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇവനൊന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ട് കലിപ്പായിട്ട് അവൻ നടന്നു പോകും. നുവ പോയതും കേങ് കൊണ്ട് തന്നെ പറയും, നീ അവനെ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി കറക്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി അവനെ സെറ്റ് ആക്കുവേന്ന് പറയും. പാവം നമ്മുടെ മോന്റെ കാര്യമാണ് ഇവന്മാര് പറയുന്നത്. ഇത് കേട്ട് ടീം ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് പറയും, നീ എനിക്ക് ഒരാഴ്ച സമയം താടാ, അവനെ എനിക്ക് വേണം, ഞാൻ അവൻ അതിനുള്ളിൽ സെറ്റ് ആക്കി എടുക്കുമെന്ന് പറയും. ടീമേ എന്തുവാടാ ഇവിടെ നടക്കുന്നത്, ഞാൻ വെർജിനാണ് എന്ന് അവൻ പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ, നിങ്ങളോട് അവന് സ്കെച്ച് വരെ ഇട്ട്. ഇങ്ങനെ കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ മോൻ തേഴ്സിനോട് പറയും, ബാടാ നമുക്ക് റൂമിൽ പോകാന്ന് പറയും. കുറച്ചേരം കൂടെ ഇവിടെ ഇരിക്കാടാ, കുറച്ച് കഴിഞ്ഞ് പോകാന്ന് പറയുന്ന കേട്ടത് മോൻ തന്നെ പറയും, ശരിയെന്നാ ഞാൻ അന്നൊന്ന് ബാത്റൂം വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു ഇവൻ എഴുന്നേറ്റ് പോകും. ഇവൻ എഴുന്നേറ്റ് നടന്നു പോകുന്നത് നമ്മുടെ ടീമിന്റെ ഒക്കെ സൈഡിൽ കൂടെയാണ്. ഇവൻ പോകുന്നത് ഇങ്ങനെ ഒരു ലുക്കൊക്കെ ഇട്ട് നിൽക്കുവാണ് ടീം. ഇവനങ്ങോട്ട് വാഷ്റൂമിലോട്ട് പോയി കേറിയതും ഞാൻ ഇപ്പൊ വരാടാന്നും പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യാ, എഴുന്നേറ്റ് അവന്റെ പുറകെ പോകും. രണ്ടുപേരും ബാത്റൂമിൽ വെച്ച് കണ്ടത് നമ്മുടെ മോണിന്റെ സ്വഭാവം അറിയാലോ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചോദിക്കുമെന്ന് അറിയാതെ ഇങ്ങനെ വിക്കി ചോദിക്കും, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ഡേ ഒക്കെ എങ്ങനെ പോയി എന്ന് ചോദിക്കും. അവനും നന്നായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സംസാരിച്ചോടിക്കാം. മോണാണെങ്കിൽ നിലത്തും താഴെയല്ല, നമ്മൾ ഈ കിളിയില്ലാത്ത പിള്ളേരൊക്കെ പറയത്തില്ല, അതുപോലെ ഇവ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഉടനെ നമ്മുടെ തേമന്ത് എങ്ങനെയല്ലോ 1 വീക്ക് അല്ലേ കൊടുത്തിരിക്കുന്നത്, അതിനുള്ളിൽ ഇവനെ കറക്റ്റ് ചെയ്യണമല്ലോ, അതിനുവേണ്ടി നൈസായിട്ട് ചേർക്കുന്ന ഇവിടുന്നേ പണിയങ്ങ് തുടങ്ങും. പതുക്കെ പൈപ്പൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് മോണിന് കൈ കഴുകാം. മോണാണെങ്കിൽ ഏതാണ്ട് സ്വപ്നലോകത്ത് നിൽക്കുന്ന പോലെ ഇവൻ കൈ കഴുകുമ്പോഴേക്കും ഇവന് സോപ്പൊക്കെ എടുത്തു കൊടുത്ത് രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കൈയൊക്കെ കഴിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ടീം എന്ത് ചെയ്യും, ഉടനെ കൈ കഴിയിട്ട് ഇവന്റെ നെഞ്ചി കൊണ്ട് കൈ വെച്ചിട്ട് പതുക്കെ ഇവന്റെ ഷർട്ടിൽ കൈയൊക്കെ തുടച്ച് പതുക്കെ കൈയൊക്കെ എടുത്ത് താഴോട്ടിരിക്കും, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്. ഇവൻ ഇങ്ങോട്ട് തുടച്ചതും മോണാണ് ഭയങ്കര ഷോക്കായിട്ടേക്കും. സഡൻലി ഇവൻ വന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് ഓർക്കുന്നില്ലല്ലോ, നമ്മൾ ഓർക്കുന്നില്ലല്ലോ. ഇവനിങ്ങനെ നെഞ്ചി കൈ വെച്ചത് അവിടെ മോണാണ് ഷോക്കായിട്ട് വെക്കും, എന്താ ചെയ്യുന്നതെന്ന് വെക്കും. ഉടനെ ടീം പറയും, ഞാൻ നിന്നെ എനിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുവാണ്, കുറച്ചാളെ നീ എന്നെ മറന്നുപോയാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അടിപൊളി, ഇവന്മാരുടെ ടീം വേറെ ലെവലാണ്. അതായത് നുവാടെ ഡയലോഗ് അറിയാലോ, എന്റെ ലോകം മുഴുവനും വെട്ടം വീണത് നീ ഇപ്പൊ ചിരിച്ചപ്പോഴാണ്. അപ്പൊ ആ ഒരു ടീമിലുള്ള അതിന്റെ സ്കില്ല് ഇവൻ കാണിക്കാതിരിക്കത്തില്ലല്ലോ. ടീം ഇങ്ങനെ പറഞ്ഞു കേട്ടത് നമ്മുടെ മോണൊന്ന് ചിരിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരും. ഇപ്പൊ മോണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവന്റെ ഒരു ക്രഷ് നല്ലൊരു സെലിബ്രിറ്റി വന്നിട്ട് പെട്ടെന്ന് ക്ലോസ് ആയിട്ട് വരുമാറിപ്പോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി അല്ലേ വരത്തുള്ളൂ. അവൻ ആ ഹാപ്പി മൂഡിൽ തന്നെ റൂമിൽ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ ഇവന്റെ റൂംമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുത്താണ്. ഇവനിങ്ങനെ അമിതമായി കിടന്ന് ചിരിച്ച്, ഇവൻ ഭയങ്കര സിംഗിൾ അല്ല, അപ്പൊ ഇവനിങ്ങനെ പെട്ടെന്ന് അധികമായി കിടന്ന് ചിരിക്കും ഹാപ്പിയൊക്കെ പെടുന്നതും കണ്ടതും ഉടനെ പുത്തിന് എന്തോ നോട്ടിവെക്കും, എന്ത് പറ്റിയെന്ന് ചോദിക്കും. അത് പിന്നെ പുത്തേ, നിനക്ക് ജീവിതത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സണെ നീ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നീ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അപ്പൊ എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്ന് ചോദിക്കും. പുത്തണ്ണെ ചിരിച്ചിട്ട് പറയും, അപ്പൊ നീ ആരെയോ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സാരം,
ആരെയാ മീറ്റ് ചെയ്തത്, അതാരാന്ന് ചോദിക്കും. മോനുണ്ട് തന്നെ ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞു പറയും അതെന്റെ സീനിയർ ആണ്, അവന്റെ പേര് തീം എന്ന് പറയും. തീമിന്റെ പേര് കേട്ടതും പുട്ട് ഭയങ്കര ഷോക്കായിട്ടേ പറയും. ഇവന്റെ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇനി അവർക്കിടയിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ എന്ന് അറിയത്തില്ല. നുവാഡേൻ ടീമിന്റെ ഒക്കെ ആ ഒരു സംഘത്തിന്റെ സംസാരം കേട്ടിട്ട് തന്നെ എല്ലാം പ്ലേ ബോയ്കളാന്ന് തോന്നുന്നത്. ഇനി ഇവർക്കിടയിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്ന് അറിയില്ല. പുത്തൊണ്ട തന്നെ പറയേ അതൊന്നും വേണ്ടടാ, അത് വിട്ടേക്ക്, അവനൊരു പ്ലേ ബോയ് ആണ്, പിന്നീട് നീ സങ്കടപ്പെടും എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, അവൻ ഭയങ്കര നല്ലതാ, എല്ലാരും വെറുതെ പറയുന്നതാണെന്ന് നമ്മുടെ മോൻ പറയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, നിന്റെ ഇഷ്ടം, ഇനി എന്താന്ന് വെച്ചാ നീ ചെയ്യുന്ന പുത്തും പറയും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേഴ്സും കോളേജാണ്. നമ്മുടെ മോനാണെങ്കിൽ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ഓടി വന്നിട്ട് വെയിറ്റ് ചെയ്യുക, പോകല്ലേ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും പെട്ടെന്ന് ലിഫ്റ്റിനകത്തുള്ള ആള് ഡോറ് തുറക്കുമ്പോ ആരാ നിൽക്കുന്നത്, നമ്മുടെ ടീമാ. ഇതിനാണ് സത്യം പറഞ്ഞ ഡെസ്റ്റിനി എന്ന് പറയുന്നതാണ്. രണ്ടുപേരും പ്ലാൻ ചെയ്യാതെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. പരസ്പരം കാണുമ്പോ രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പി ആവും. ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോളാണെങ്കിൽ ലിഫ്റ്റിനകത്ത് കയറും. അതും ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര അടക്കൊതുക്കുമായിട്ട് കയറി പാവത്തെ പോലെ ഇങ്ങനെ അടുത്ത് നിൽക്കും. രണ്ടുപേരും കൂടെ സംസാരിച്ച് ഒരേ ഫ്ലോറിൽ തന്നെ പോകണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. രണ്ടുപേർക്കും ഭയങ്കര ഒരു ചമ്മലുണ്ട്, കാരണം വേറെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമല്ലേ. പതുക്കെ നമ്മുടെ ടീം എന്ത് ചെയ്യും, പണി അങ്ങ് തുടങ്ങും. നൈസായിട്ട് നമ്മുടെ മോന്റെ കയ്യിലൊക്കെ പിടിക്കും. അയ്യോ എന്റെ ക്രഷ് എന്റെ കൈ പിടിച്ചേ എന്നും പറഞ്ഞു ഭയങ്കര റൊമാൻറ്റിക് മൂഡിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മുടെ മോൻ ഇങ്ങനെ നിൽക്കുന്നത്. അതുവരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന ലിഫ്റ്റിന് എന്തോ സംഭവിച്ച് പെട്ടെന്ന് ഷെയ്ക്ക് ആയത് നമ്മുടെ മോനാണെങ്കിൽ സൈഡിലോട്ട് വീഴാൻ വരുമ്പോഴേക്കും റൊമാൻറ്റിക് ആയിട്ട് ടീം പിടിച്ച് ഇങ്ങോട്ട് വലിച്ചങ്ങ് അടുപ്പിക്കും. ലിഫ്റ്റ് പോലും ഇവരുടെ റൊമാൻസിന് അനുകൂലമായി മാറുന്നല്ലോ എന്ന് ഓർക്കുമ്പോ അവരുടെ ഒരു ഭാഗ്യം. ഇത് നടന്നത് നമുക്കൊക്കെ വല്ല ആയിരിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത് ആ ചെറുക്കൻ കയറുന്ന ലിഫ്റ്റിൽ കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടി പിടിച്ച് ഒരുങ്ങി ആ ലിഫ്റ്റിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പാരക്കൂടുതലാന്ന് പറഞ്ഞ് നമ്മളെ അയാളെ പുറത്തിറക്കും. നമ്മൾ ആരോടെ പോകാൻ പ്ലാൻ ചെയ്ത് അയാളുടെ കൂടെ പോകാനേ പറ്റത്തില്ല. അങ്ങനെ ഒരു വിധിയാണ് നമുക്കൊക്കെ ഉള്ളത്. നിങ്ങൾ എന്ത് പറയുന്ന മക്കളെ, ശരിയല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ ലിഫ്റ്റ് അവർക്ക് വിധി സാധകമായി വന്ന സ്ഥിതിക്ക് രണ്ടുപേരും കൊണ്ട് ഹഗ് ചെയ്ത് ക്ലോസ് ആയി നിൽക്കുമ്പോൾ നമ്മുടെ ടീം എന്ത് ചെയ്യും, കിസിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോന്റെ അടുത്ത് വരെ വരുമ്പോഴേക്കും മോൻ മണ്ണേനെ മുഖം മാറ്റിയിട്ട് പറയാം, എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നത്, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അതിനൊരു മാർഗം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീം വീണ്ടും അടുത്ത് വരും കിസ് ചെയ്യാൻ വേണ്ടി. എന്തിനാന്നറിയത്തില്ല അടുത്ത് വരുന്നത്, എനിക്ക് കൃമശ്വാസം വല്ലതും കൊടുക്കാനാണോ എന്ന് അറിയില്ല. അടുത്തിങ്ങനെ വന്നത് മോനാണെങ്കിൽ ഇത്തവണ മുഖമൊന്നും മാറ്റത്തില്ല, കിസ് വാങ്ങാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന കറക്റ്റ് സമയത്ത് മുകളിലുള്ള ഫാൻ ഓൺ ആകും. ഇത് കണ്ടത് ടീം പറഞ്ഞാൽ പറയും, ഇപ്പൊ ഫാൻ ഓൺ ആയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. നമ്മുടെ മോണുമാണെങ്കിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരുന്നപ്പോ നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു, നിങ്ങളുടെ ടീമേ ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെയായിരുന്നു, കിസ് ചെയ്യാന്നുള്ള രീതി നമ്മുടെ സണ്ണിന്റെ അടുത്ത് വന്നിട്ട് കിസ് ചെയ്യാതെ പോകും. മോഹിപ്പിച്ചിട്ട് കടന്നു കളയുന്ന ഒരു സംഘമാണ് നിങ്ങൾ, ശരിയാവത്തില്ല ഇത്. അങ്ങനെ ലിഫ്റ്റ് ഒക്കെ റെഡിയായി രണ്ടുപേരും കൂടെ ഫ്ലോറിലോട്ട് വന്നോണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ടീം ചോദിക്കും, ഇന്നൊരു ദിവസം നീ എന്നോട് ടൈം സ്പെൻഡ് ചെയ്യുന്നോന്ന് ചോദിക്കുമ്പോഴേക്കും മോമിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെക്കും. അതിനിപ്പോ ക്ലാസ് കട്ട് ചെയ്യണോ ഞാനെന്ന് വെക്കും. ഇപ്പൊ ചെറുക്കൻ ഇതിനു മുമ്പ് ക്ലാസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇവനിങ്ങനെ ചോദിച്ചോണ്ട് ടീം ആണെങ്കിൽ ഇവനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന രണ്ടുപേരും കൂടെ പുറത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ, അതായത് പാർക്കൊക്കെ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്ന ബെഞ്ചില്ല, അതുപോലെ ഒരു ബെഞ്ച് വന്നിങ്ങനെ ഇരിക്കും. അവിടെ മോന്റെ കയ്യിലാണെങ്കിൽ ഒരു ഐസ്ക്രീം ഒക്കെ ഉണ്ട്. അവന്റെ തൊട്ടടുത്തിരുന്ന് ടീമാണെങ്കിൽ ഇങ്ങനെ അവനെ നോക്കിയിട്ട് വെക്കും, ഞാൻ നിന്റെ മടി കിടന്നോട്ടേ എന്ന് വെക്കും. ഇത് കേട്ടത് മോനാണ് ഭയങ്കര സന്തോഷമായിട്ട് സമ്മതിക്കും. കിടന്നോളാൻ പറയും. മോനെ ടീം ഇവന്റെ മടി കിടന്നിട്ട് പറയും, എന്റെ കൈയാണ് പതുക്കെ പതുക്കെ തടവി വിടുമെന്ന് പറയും. മോണ് പറയണോ നിലത്തും താടെന്നുള്ള ഭയങ്കര ഹാപ്പി ആയിട്ട് അവന്റെ കൈ ഇങ്ങനെ തടവി കൊടുത്തോണ്ടിരിക്കുവാണ്. എന്നിട്ട് മോൻ ചോദിക്കും, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ബോറടിക്കുവാണെങ്കിൽ അപ്പൊ ഞാൻ ക്ലാസ് കട്ട് ചെയ്യാറുണ്ടോ എന്ന് പറയും. ഇത് കേട്ടോ മോൻ ചോദിക്കും, നിനക്ക് ബോറടിക്കുവോ? നീ ഒരു സെലിബ്രിറ്റി അല്ലേ, എല്ലാവർക്കും നിന്നെ ഒരുപാട് ഇഷ്ടം, ഇത്ര ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുമ്പോ നിനക്ക് ബോറടിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉടനെ ടീം പറയും, എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരിക്കും, എന്നെ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊരു കാര്യമില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോണിനെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കും. ചെറുക്കൻ വേറെ ലെവലാണ്. ഒരാഴ്ച കറക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇവനെ കറക്റ്റ് ചെയ്തിരിക്കും. ഇത് കേട്ടതും മോണുണ്ടെന്ന് ചോദിക്കും, എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾ എവിടെ ഉണ്ട്, അവരെവിടാ ഉള്ളത് എന്ന് ചോദിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആള് എവിടെ വേണമെങ്കിലും കാണും, ഒരുപക്ഷെ അയാൾ എന്റെ കൂടെ കാണും, എന്റെ അടുത്തിരുന്ന് സംസാരിക്കുമായിരിക്കും, ചിലപ്പോ ഞാൻ അയാളുടെ മടി കിടക്കുമായിരിക്കും എന്ന് പറയും. എന്റെ പൊന്നെ, ഓ മൈ ഗോഡ്, ഇവന്റെ ഡയലോഗ് ഒരു രക്ഷയില്ല. ചെറുക്കനെ അവനെ എപ്പം മടക്കിയെന്ന് ചോദിച്ചാൽ മതി. മടി കിടക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോണിനെ നോക്കി ഒരു ലുക്കൊക്കെ വിടും. ഉടനെ മോൻ പറയും, ബാ നമുക്ക് റൂമിൽ പോകാം, ഭയങ്കരമായിട്ട് മഴ വരുന്നതെന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് തീം പറയും, നിനക്ക് മഴയിലൊക്കെ കളിക്കുന്ന ഇഷ്ടമാണ്? മഴയിലൊക്കെ കളിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്, ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാം. ഓ ശരിയെന്നാ വാ നമുക്ക് ഒന്നിച്ച് മഴ നനഞ്ഞ് കളിക്കാന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ മഴയത്തൊക്കെ നടന്ന് കളിച്ച് അടിപൊളിയായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നനഞ്ഞ് നാറി നമ്മുടെ ടീമിന്റെ റൂമിൽ വരും. എന്റെ പൊന്നെ, ഇനി എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്യുന്ന രണ്ടുപേരും കൂടെ ടീമിന്റെ റൂമിൽ വരും. ടീം കൊണ്ട് തന്നെ മോനോട് പറയും, വാ അകത്ത് കയറി വന്ന് പറയുമ്പോ മോനാണ് ഭയങ്കര
ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇവനിങ്ങനെ കേറി വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ തീം എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ അടുത്ത് വരും. ഇവനിങ്ങനെ അടുത്ത് വരുന്നത് മോൻ പേടിച്ച് പുറകോട്ട് മാറുമ്പോഴേക്കും നേരെ തല ചെന്ന് ഡോറിലിടിക്കും. ഇടിച്ചോണ്ട് ഇവൻ അടുത്തോണ്ട് പറയും, നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്, ഇപ്പൊ തല പോയില്ല, ഇങ്ങനെ വാ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ പറ്റിക്കത്തില്ല, ഓം ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഊതത്തില്ലേ, അങ്ങനെ ഊതിട്ട് പറയും ഇപ്പൊ ശരിയായില്ലേ എന്ന് പറയും. എന്നിട്ട് പറയും ഇപ്പൊ എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ ടൗല് കൊടുത്തിട്ട് ഇന്ന തലയൊക്കെ തുടക്കിയെന്ന് പറഞ്ഞു ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പറയും, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാന്ന് പറയും. ഇത് വാങ്ങിച്ചോണ്ട് നമ്മുടെ മോനാണ് ഭയങ്കര സന്തോഷമായിട്ട് ഡ്രസ്സ് മാറാൻ പോവും. മോളകത്തോട്ട് പോയത് തീം പെട്ടെന്ന് അവന്റെ ഫോൺ എടുത്തിട്ട് എന്തോ ചെയ്തിട്ട് ഫോൺ അവിടെ വെക്കും. തീം എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നിൽക്കുവാന്ന് തോന്നുന്നു. പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഊരി ഷർട്ടൊക്കെ ഊരി അവന്റെ ബോഡിയൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മോമാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് വരും. മോനാണെങ്കിൽ ചെറുതല്ല, അതുകൊണ്ട് തീമിന്റെ ഡ്രസ്സൊക്കെ ഇവന് ഭയങ്കര വലുതാ, ലോഹ് പോലെ കിടക്കുന്നു. ഭയങ്കര നാണമൊക്കെ ആയിട്ട് ചമ്മലായിട്ട് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് പറയും ശരി എന്നാ ഞാൻ പോവാന്നും പറഞ്ഞു പോകാൻ വരുമ്പോ തീം പറയും അവിടെ നിൽക്കുക, സൂപ്പൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോവാന്നും പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിട്ട് ഇവൻ നേരെ കിച്ചണിലോട്ട് അങ്ങ് പോവും. ഇവനകത്ത് പോയതും നമ്മുടെ തീമിന്റെ ഫോണിൽ അലാറം അടിക്കുവായിരുന്നു. തീം അവിടെ നിന്ന് വിളിച്ചു പറയും എന്റെ ഫോണിൽ അലാറം അടിക്കുന്നു, നീ അതൊന്ന് ഓഫ് ചെയ്യുമോന്ന് ചോദിക്കുമ്പോ മോനാണെ ഓടിച്ചെന്ന് ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോൾ വാൾപേപ്പർ എന്തോ നമ്മുടെ മോന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചു മുമ്പ് അവിടെ ഇരുന്നിട്ട് നമ്മുടെ തീം ഇതായിരിക്കും ചെയ്തത്. ബ്രില്യന്റ് ബോയ് ആണ്. എനിക്ക് ഇവരുടെ ടീമിനോട് ഭയങ്കര ബഹുമാനം തോന്നുന്നു. അവർ മാക്സിമം അവർക്ക് കിട്ടുന്ന ടൈം അവർ യൂസ് ചെയ്യും. നമ്മുടെ നുവാനെ തന്നെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ തീം ഭയങ്കര പ്ലേ ആട്ടോ. ഇവൻ ഇവൻ പ്ലേ ബോയ് ആയിട്ട് ഇരിക്കുന്നത്. വാൾപേപ്പർ തന്റെ ഫോട്ടോ ആണെന്ന് കാണുമ്പോൾ മോണിനെ പിന്നെ പറയണോ, ഭയങ്കര ഹാപ്പി ആയിട്ട് ചെറുക്കൻ തുള്ളിച്ചാടി നിൽക്കുക. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, ഞാനിപ്പം മനത്ത് വലിഞ്ഞു കയറി ആ ഒരു വീലിരിക്കുക. കാരണം ക്രഷിന്റെ ഫോണിലും നമ്മുടെ ഫോട്ടോ വാൾപേപ്പർ, ഇതിലും വലുത് എന്ത് വീണും. കുറച്ചുമ്പോ രണ്ടുപേരും കൂടി ഇരുന്ന് സൂപ്പ് കുടിക്കുകയാണ്. അതായത് ആ വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലാത്ത കണക്ക് ഒരു കുഞ്ഞു സോഫ രണ്ടുപേരും കൂടി ഇരുന്ന് ഇടിച്ചിടിച്ചിരുന്ന് ഇങ്ങനെ സൂപ്പ് കുടിക്കുക. എന്നെ മോൻ പറയും ഇത്ര നാളും എന്നെ മൈൻഡ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് നീ എന്താ എന്റെ അടുത്ത് നന്നായിട്ട് പെരുമാറുന്നത് എന്ന് ചോദിച്ചിട്ട് കൂട്ടത്തിൽ തന്നെ പറയും എല്ലാരും എന്നോട് പറഞ്ഞത് നീ ഭയങ്കര മോശമായിട്ടൊരു ചെറുക്കനാണ്, ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഭയങ്കര അലഗന്റ് ആയിട്ടുള്ള ചെറുക്കനാണെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, നിന്റെ കൂടെ ഇടപെടുന്നതനുസരിച്ച് നീ ഭയങ്കര നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാം. എന്റെ പൊന്നു മോം, നീ അങ്ങനൊക്കെ ചിന്തിക്കാൻ വരട്ടെ, ചെറുക്കന്റെ മനസ്സിലെത്താണെന്ന് അറിയട്ടെ, ഒരാഴ്ച സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാം. ഇത് കേട്ടതും ഒന്നെ പറയും മറ്റുള്ളവരൊക്കെ പറയുന്ന ഒന്നും നീ മനസ്സിൽ വെക്കണ്ട, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് തീം പറയും. മോം എല്ലാം പറഞ്ഞങ്ങ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. എന്നിട്ട് മോൻ പറയും ശരി എന്ന സമയം ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞ അതേ പാടത്തെ ഇങ്ങ് പോരും. ആ കപ്പും ആ ബൗളൊന്നും തിരിച്ചവിടെ വെക്കത്തില്ല. ആ ബൗള് വിട്ട് പാന്റ് പോലും ഇടാതെ അതേപോലെ തന്നെ റൂമിൽ വരും. രണ്ടുപേരും മഴയൊക്കെ നനഞ്ഞിങ്ങനെ വന്നപ്പോ എന്തെങ്കിലും നടക്കുമെന്ന് നമ്മളൊന്ന് പ്രതീക്ഷിച്ചല്ലേ, പക്ഷെ ഒന്നും നടക്കാത്തപ്പോ ചെറിയൊരു സങ്കടം വന്നെങ്കിൽ സാരമില്ല, ചെറുക്കനൊരു പ്ലേ ബോയ് അല്ലേ, ഇനി അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലും നടക്കുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. റൂമിൽ വന്നതും ഭയങ്കര ലവ് മൂഡാണ്. ഇന്ന് നടന്ന കാര്യങ്ങൾ, ഒന്നിച്ചു പോയത്, ഐസ്ക്രീം കഴിച്ചതും മടിക്കിടന്നതും ഒക്കെ ഓർത്ത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വാൾപേപ്പർ കണ്ടില്ലേ, പിന്നെ ഈ കപ്പുണ്ടല്ലോ അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന കപ്പ് വെച്ചിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവനിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് തുള്ളുന്നത് കേട്ടത് എന്നോട് പുത്ത് വന്നിട്ട് പറയും എന്ത് പറ്റിയടാ, എന്നത്തെ പോലെയല്ലേ ഇന്ന് ഭയങ്കര ഖുഷിയാണല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചോണ്ടെന്ന് പറയും ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ടോ, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടം, നീ പറഞ്ഞതുപോലെ ഒന്നല്ല, അവൻ ഭയങ്കര നല്ല ചെറുക്കനാന്ന് പറയും. ഇത് കേട്ടിട്ട് പുത്തിനൊന്നും പിടിയിട്ടത്തില്ല. നീ ആരുടെ കാര്യമാണ് പറയുന്നത്, ആരെക്കുറിച്ചാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചോടനെ പറയും വേറെ ആരുമല്ല, സീനിയർ തീമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് പറയും. തീം എന്നുള്ള പേര് കേട്ടതും ഉടനെ നമ്മുടെ പുത്തിന്റെ മുഖം വീണ്ടും മാറിയിട്ട് പറയും ഞാൻ പറയുന്നത് നീ കേക്ക്, നീ തീയുടെ കൂടെ കളിക്കുന്ന, അവസാനം പ്രശ്നം ആയി കഴിയുമ്പോഴേക്കും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയും. ഉടനെ മോൻ ചോദിക്കും അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചതും പുത്തറിനെ പറയും അവനാണെങ്കിൽ ഫസ്റ്റ് ഇയർ വന്നപ്പോഴേക്കും ഒരു സീനിയറുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കപ്പിൾസ് ആയിട്ട് ഇരുന്നിട്ട് ഈ കോളേജിന് മുഴുവനും അവരെ കാണുമ്പോൾ ഭയങ്കര അസൂയായിരുന്നു, അത്രയ്ക്ക് സ്നേഹമായിരുന്നു രണ്ടുപേരും കൂടെ. പക്ഷെ ആ റിലേഷൻഷിപ്പ് കുറെ നാളൊന്നും നിന്നൊന്നുമില്ല. സീനിയർ ഇവനെ കളഞ്ഞിട്ട് വേറെ ചെറുക്കനെ തേടി അവനങ്ങ് പോയി. സീനിയർ ഈ ചതിച്ച ദേഷ്യത്തിന് ഇവൻ എന്താ ചെയ്തതെന്ന് അറിയാവോ, സീനിയറിന്റെ ലവറെ ഇവൻ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. വെറുതെ ഒന്നുമല്ല, ഡേറ്റ് ചെയ്തിട്ട് അവനെ ബെഡിൽ കൊണ്ടുവന്നതിന് ശേഷം അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് അന്നോട്ട് ഇന്ന് വരെ അവൻ ആരുമായിട്ട് റിലേഷൻഷിപ്പ് ഇരുന്നിട്ടില്ല. അവന് കണ്ട് ഇഷ്ടപ്പെടുന്ന ചെറുക്കന്മാരുമായിട്ട് അവൻ കുറച്ചാൾ കറങ്ങിയൊക്കെ നടന്നിട്ട് അവന്മാരെ ബെഡ് വരെ എത്തി കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യും. അങ്ങനെയാണ് അവൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനുമായിട്ട് ഒരുപാട് ക്ലോസ് ആകണ്ട, നീ നോക്കിയിരുന്നോ എന്ന് പറയും. എന്നിട്ട് പറയും കേങ്ങെന്ന് പറയുന്ന ഒരു ചെറുക്കനുമായിട്ടാ ഇപ്പൊ കറക്കം എന്ന് പറയാം. അതായത് ഫ്യൂച്ചറിൽ ഇവന്റെ ആളെയാണ് ഇവൻ പറയുന്നത് ആ കറക്കം. അതുകൊണ്ട് നീ അവന്മാരുടെ അടുത്തൊന്ന് സേഫ് ആയിട്ട് ഇരുന്നു എന്ന് പറയും. ഇത് കേട്ടത് എല്ലാം മനസ്സിലായ കണക്ക് നമ്മുടെ മോൻ എന്നെ പറയും ശരി ശരി ഞാൻ എന്നെ നോക്കിക്കോളാം, ഞാൻ നന്നായിട്ട് സേഫ് ആയിട്ട് ഇരുന്നോളാം എന്ന് പറയും. എന്നിട്ട് പറയും എനിക്ക് അവനോട് പ്രണയമൊന്നും അല്ല, ജസ്റ്റ് ഒരു ക്രഷ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. പുത്തെഴുന്നേറ്റ് പോയത് ഉടനെ ആ ബൗള് നോക്കി വീണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ വീണു പോയി, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന
പിറ്റേ ദിവസം ഡ്രാമ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലമാണ്. മോണും ടീമുമാണ് അവിടെ വെച്ച് കാണുമ്പോൾ മോൻ എന്ത് ചെയ്യും, ആരും കാണാതെ ഒരു വെള്ളം കുപ്പിക്കകത്ത് എന്തിനാന്നറിയത്തില്ല അവൻ അതിനകത്ത് റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്, റെഡ് കളറിൽ റിബണൊക്കെ കൊണ്ട് കെട്ടിയിട്ട് പാത്ത് ആരും കാണാതെ കൊണ്ട് കൊടുക്കും. വെള്ളം എന്തിനാണോ പാത്ത് കൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കും. ഭയങ്കര റൊമാൻസ് ആയിരിക്കും ഇത്, പുതുവിധமான സാധനമാണ്. ഇവനിങ്ങനെ പാത്ത് കൊണ്ട് കൊടുക്കുന്ന ഇവർ രണ്ടുപേരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ലുക്കൊക്കെ വിട്ടേക്ക് നമ്മുടെ തേഴ്സ് കണ്ടത് ഉടനെ ഓടി വന്ന് ഇവനെ വിളിച്ചിട്ട് വെക്കും, നീ എന്തോടെ ഇവിടെ ചെന്ന് ഇങ്ങോട്ട് വാന്ന് പറയും. ഇത് കണ്ടതും ടീമിന് ദേഷ്യം വേണ്ട അവനങ്ങ് നടന്നു പോകും. ഉടനെ തേഴ്സ് ആണ് വിളിച്ചോണ്ട് പോയിട്ട് നീ എന്തോടെ കാണിക്കുന്നത്, അവനുമായിട്ട് നീ എന്തോ പറയുന്നത്, കുറച്ച് ദിവസമായിട്ട് രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടുപ്പാണല്ലോ, അതൊന്നും ശരിയാത്തില്ല എന്ന് പറയുമ്പോൾ ഉടനെ മോൻ പറയും, എടാ അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇതുപോലെ ലിഫ്റ്റ് വെച്ച് കണ്ടതും ഞങ്ങളുടെ കറങ്ങാൻ പോയതും വീട്ടിൽ പോയതും സൂപ്പ് കുടിച്ചതും എല്ലാം പറഞ്ഞ ഉടനെ തേഴ്സിന് ഓൾറെഡി ഇവന് ഇഷ്ടമല്ലല്ലോ. ഉടനെ വാണിംഗ് കൊടുക്കും, ഇതൊന്നും ശരിയാത്തില്ല, പിന്നീട് പ്രശ്നമാവും, നീ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും, അവന്മാരെ കുറിച്ചൊക്കെ അറിയാലോ, അതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കളിയാക്കി അവനും ഇവനെ ചിറ്റങ്ങ് പോകും. അങ്ങനെ ഡ്രാമയുടെ റിഹേഴ്സലൊക്കെ തുടങ്ങും. അപ്പൊ കൂടെ അഭിനയിക്കേണ്ട നടി വന്നിട്ടില്ല. നടിനെ കാണാത്തപ്പോഴേക്കും ഡയറക്ടർ ഭയങ്കര ടെൻഷൻ ആകുമ്പോഴേക്കും കൂടുള്ള അസിസ്റ്റന്റ് പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദൈവനെ കൊണ്ട് അഭിനയിപ്പിക്കാന്ന് പറയാം. അതായത് മോണാണ് എന്ത് ചെയ്യുക, നമ്മുടെ ടീമിനെ നോക്കി വായി തുറന്ന സ്റ്റേജിന്റെ അറ്റത്ത് നിൽക്കുമല്ലോ, അവനെ ഉടനെ നടിയാക്കിയാലോ, നടിക്ക് വലിയ ഡയലോഗ് ഒന്നുമില്ല, കുറച്ചു നേരം വെറുതെ നിന്നാ പറയും, നമുക്ക് അവനെ ആക്കാന്ന് പറഞ്ഞ ഉടനെ അസിസ്റ്റന്റും ഡയറക്ടറും കൂടെ ഓടി വന്ന് ഇവനെ വിളിച്ചിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരത്തേക്ക് റിഹേഴ്സലിന്റെ ഇടയ്ക്ക് നടിയായിട്ടൊന്ന് അഭിനയിക്കും, വലിയ ഡയലോഗ് ഒന്നുമില്ല, വെറുതെ നിന്നാ മതി എന്ന് പറയും. എന്നിട്ട് ഡയറക്ടർ ടീമിനെ നോക്കിയിട്ട് പറയും, ഇവൻ കുറച്ചു നേരം നടിയായിട്ട് ഇവിടെ നിൽക്കട്ടെ, വലിയ ഡയലോഗ് ഒന്നും ഇല്ല, നീ ഒരു കാര്യം ചെയ്യും, ഇവനെ വെച്ചിട്ട് നേരെ ഡയലോഗ് പറഞ്ഞങ്ങ് അഭിനയിച്ചോ എന്ന് പറയും. ആഹാ ജഗ 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 ഓൾറെഡി എങ്ങനെ ക്ലോസ് ആകുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടീം അവിടെ നിൽക്കുന്നത്. ഇവൻ എങ്ങനെ കറക്റ്റ് ചെയ്യും, എങ്ങനെ കിട്ടും ഒരു ചാൻസ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഡയറക്ടർ ദേണ്ട കൊടുത്തത്, നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാ വിധിയും അനുകൂലമായിട്ടാണല്ലോ വരുന്നത്. അങ്ങനെ റിഹേഴ്സലൊക്കെ തുടങ്ങും. നമ്മുടെ മോമാണ് ഒന്നും മിണ്ടാതെ നിൽക്കുക. തീരുമാനം അടുത്ത് വന്ന് കുറെ റൊമാൻറ്റിക് ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് ആ ഡയലോഗ് കൂടി നിർത്താതെ ഇവന്റെ അടുത്ത് വന്നിട്ട് ഇവനൊരു കിസ്സും കൂടെ കൊടുക്കും. അപ്പൊ ഡയറക്ടർ എന്താ വിചാരിക്കുന്നത്, അഭിനയത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ ഇവന് കിസ്സൊക്കെ അങ്ങനെ വരുമല്ലോ, അങ്ങനെ വന്നേന്ന് പറഞ്ഞിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഡയറക്ടർ അടുത്ത് നിൽക്കുന്ന അസിസ്റ്റന്റിനെ നോക്കി, അസിസ്റ്റന്റ് ഉടനെ ഡയറക്ടറിന്റെ തോളിലോട്ടം കിടക്കും. ഞാൻ പറഞ്ഞല്ലോ ഇവർക്കിടയിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന്. അവരങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. അതേസമയം ഇവൻ കിസ് ചെയ്തും ഭയങ്കര സർപ്രൈസ് ആയിട്ട് അവിടെ മോണാണ് ഭയങ്കര സങ്കടവും സർപ്രൈസും ഒക്കെ ഉണ്ട്. ചെറുക്കനാണ് ഫസ്റ്റ് കിസ് അല്ലേ, അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. ഇവൻ എന്താണ് ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നതെന്ന് പറഞ്ഞ് തീവും ഇവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. പിള്ളേർ രണ്ടും കൂടെ ഷോക്കായി നിൽക്കുന്നിടത്ത് വെച്ച് നമുക്ക് എപ്പിസോഡ് അങ്ങ് നിർത്തിയേക്കാം. പോകുന്ന പോക്ക് കണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇവനെ കറക്റ്റ് ചെയ്യുമെന്നാ തോന്നുന്നത്. എന്താവും കറക്റ്റ് ആവോ, ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, സെറ്റ് ആവോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാതെ എനിക്കറിയത്തില്ലല്ലോ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്നും എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നെന്നും കമന്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.